സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം ദത്താവദ്ബാധിതാക്ഷാ ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിൽ 9 വർഷവിഭാഗത്തിൽ വസിക്കുന്ന ജനങ്ങളും അവർ ഏത് പ്രകാരത്തിൽ ഭഗവാനെ ഭജിച്ചു എന്നും പറഞ്ഞതിന് ശേഷം 6 ദ്വീപുകളുടെ കാര്യമാണ് വർണ്ണിച്ചത്. പ്ലാക്ഷേ അർക്കമൈ രൂപം ശാൽമല ഇന്ദുരൂപം. പ്ലക്ഷത്തിൽ സൂര്യനായിട്ട് അർക്കരൂപമയി, ശാൽമലിയിൽ ഇന്ദുരൂപം ചന്ദ്രനായിട്ടും, ദ്വീപുകളിൽ വന്യയായിട്ടും, അതായത് ഭജന്തി കുശനാമനി. ദ്വീപേ മീൻസ് കുശനാമനി ദ്വീപേ എന്നർത്ഥം. കുശം എന്ന് പറഞ്ഞിട്ടുള്ള ദ്വീപിൽ വന്യയായിട്ടും, ക്രൗഞ്ചത്തിൽ വെള്ളമായിട്ടും, ക്രൗഞ്ചത്തിൽ വെള്ളമായിട്ടും, ശാഖത്തിൽ വായുവായിട്ടും, ശാഖം എന്ന് പറഞ്ഞ ദ്വീപിൽ വായുവായിട്ടും, പുഷ്കരത്തിൽ ബ്രഹ്മരൂപമായിട്ടും ഉപാസിക്കപ്പെടുന്നു. 6 ദ്വീപുകളുടെ കാര്യം പറഞ്ഞു. ഇനി പ്രപഞ്ചത്തിൽ ധ്രുവ നക്ഷത്രം മുതലായിട്ടതെല്ലാം അടങ്ങുന്ന ശിൻശുമാരചക്രം എന്ന ഒരു വ്യവസ്ഥിതി, അതിനെ വർണ്ണിക്കുകയാണ്. ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് മാൽ ചുരുട്ടിക്കിടക്കുന്ന ഒരു മുതലയുടെ ആകൃതിയാണ് ശിൻശുമാരചക്രം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരും പറയുന്നത്. അപ്പോൾ പണ്ടത്തെ ആ കണ്ടുപിടുത്തവും ഇന്നത്തെ ആ പുതിയ ശാസ്ത്രവും ഒരേപോലെ തന്നെ പറയുന്നു. ഇന്നിപ്പോൾ നിരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങൾ, ദൂരദർശിനി, മറ്റ് യന്ത്ര സൗകര്യങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ, സംവിധാനങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. പണ്ട് ഇതൊന്നും ഇല്ലാതെ കണ്ടുപിടിച്ചിരിക്കണം. ഒന്ന് തന്നെയാണ് പറയണത്. വാല് ചുരുട്ടിക്കിടക്കണ ഒരു മുതല എന്ന് ഇന്നത്തെ ഭൂമിശാസ്ത്ര വിദഗ്ധന്മാരും ജ്യോതിശാസ്ത്ര വിദഗ്ധന്മാരും സമ്മതിക്കുന്നു. അങ്ങനെ തന്നെയാണ് ആകൃതി. അപ്പോൾ അവർ എന്ത് ജ്ഞാനം കൊണ്ടാണ് അത് കണ്ടെത്തിയത് എന്ന് അത്ഭുതമല്ലേ ആലോചിച്ചാൽ. പണ്ടും ഉണ്ട് അതീന്ദ്രിയ ജ്ഞാനം എന്ന്. ഇന്ന് ഉപകരണങ്ങളെ കൊണ്ട് കണ്ടുപിടിച്ച സംഗതികൾ ഉപകരണങ്ങളില്ലാതെ കാണാനുള്ള മാർഗം പണ്ടുണ്ടായിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാം. ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയും അതിൽപ്പെട്ടതാണ്. അപ്പം അതിവിടെ പറയുകയാണ്. 11ാമത്തെ ശ്ലോകം. സർവേ ധ്രുവാദിപിരുടുപ്രകരഗ്രഹേശ്ച പുച്ഛാദികേഷവയവേഷഭികൽപ്യമാന. പുച്ഛം എന്ന് പറഞ്ഞാൽ വാല്, പുച്ഛിക്ക എന്നുള്ള അർത്ഥമല്ല, പുച്ഛം വാലാണ്. വാല് മുതലായ അവയവങ്ങളിൽ അഭികൽപ്യമാന സങ്കല്പിക്കപ്പെടുന്ന ധ്രുവാദിപി സർവേ ഉടുപ്രകരേഹി, ധ്രുവൻ മുതലായിരിക്കുന്ന നക്ഷത്ര സമൂഹങ്ങളോടും സൂര്യചന്ദ്ര ആദികളായ ഗ്രഹങ്ങളോട് കൂടിയവരും സന്ധ്യ തോറും ശിൻശുമാരത്തിൻ്റെ വടിവുള്ളവനായിട്ട് യോഗ്യരായവരാൽ സേവിക്കപ്പെടേണ്ടവനും ആയ ഉപാസ്യ, അങ്ങനെയുള്ള അങ്ങ് എൻ്റെ നരകത്തെ തീർത്തു തരയണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ശിൻശുമാര ചക്രത്തിൻ്റെ ധ്രുവനക്ഷത്രം ഇന്ന സ്ഥാനത്ത്, വാലിൻ്റെ സ്ഥാനത്ത്, പുണർദം, പൂയം നക്ഷത്രങ്ങൾ ഇന്ന ഭാഗത്ത്, അഗസ്ത്യാദി ഋഷികൾ ഇന്ന ഭാഗത്ത്, ഇദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ചന്ദ്രൻ എന്നീ പ്രകാരം ശിൻശുമാര വപുഷ എന്നൊരു വാക്കിൽ ഇവിടെ ഒതുക്കിയത് ഒരധ്യായത്തിൽ ശ്രീമദ് ഭാഗവത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. മുതലയുടെ കണ്ണിൻ്റെ സ്ഥാനത്ത് എന്താണ്, ഇടതുകാലിൻ്റെ സ്ഥാനത്ത് എന്താണ്, വലതുകാലിൻ്റെ സ്ഥാനത്ത് എന്താണ്, ഇടത് കൈയിൻ്റെ സ്ഥാനത്ത് എന്താണ്, വലത് കൈയിൻ്റെ സ്ഥാനത്ത് എന്താണ്, ഉദരം എന്ന് പറയുമ്പോൾ ഇടത് ഭാഗം വലത് ഭാഗം അവിടെ എന്തൊക്കെ, ഇങ്ങനെ 27 നക്ഷത്രങ്ങൾ, അശ്വതി മുതൽക്ക് രേവതി വരെയുള്ള നക്ഷത്രങ്ങളും നവഗ്രഹങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, മറ്റ് നവഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ബുധൻ, ചൊവ്വ, അതിൻ്റെ ആ വ്യവസ്ഥകളും എല്ലാം ശ്രീമദ് ഭാഗവത്തിൽ വർണ്ണത്തിനോട് ശിൻശുമാര വപുഷ. ആരാണ് ഈ ശിൻശുമാരൻ? ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്നിങ്ങനെ സന്ധ്യയ്ക്ക് ചെല്ലുന്നത് എന്തിനാണ് എന്നും ശ്രീമദ് ഭാഗവത്തിൽ പറഞ്ഞു. നശ്യന്തി തൽക്കാലജമാശു പാപം. വെറുതെ അല്ല അത് ചെല്ലിയിരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് പാപം നശിക്കുന്നു.
കാരണം ഈ പ്രപഞ്ചാകാരേണ ഒരു ഭഗവാന്റെ ആ ശരീരം സ്ഥൂലമായിട്ടെടുക്കുമ്പോൾ അത്രയും പ്രപഞ്ചം, സൂക്ഷ്മമായിട്ടെടുക്കുമ്പോൾ ആത്മസ്വരൂപവും നമ്മൾ കൽപ്പിക്കുന്ന ധ്യാനത്തിൽ കാണേണ്ട രൂപമാവും, അങ്ങനെയാവാം. പക്ഷേ സ്ഥൂലരൂപം എന്ന് പറഞ്ഞാലോ അത് 14 ലോകങ്ങളടങ്ങിയ പ്രപഞ്ചമാണ്. വിരാട് പുരുഷനെയൊക്കെ ഭാഗവതത്തിൽ വർണ്ണിക്കുമ്പോഴും അത് വർണ്ണിക്കുന്നുണ്ട്. ഇതിലും വർണ്ണിച്ചു 6ാമത്തെ ദശകത്തിൽ വിരാട് പുരുഷൻ തന്നെ ലോകങ്ങൾ, ഭഗവാന്റെ പാതാള ലോകം, ഈശ തപ പാദതലം വദന്തി, പാതാളമാണ് ഭഗവാന്റെ കാല് എന്നീ പ്രകാരം സൂര്യചന്ദ്രന്മാർ കണ്ണ് എന്ന് അവിടെ പറഞ്ഞു. അങ്ങനെ കൈകൾ ലോകപാലന്മാരാണ് എന്ന് വർണ്ണിച്ചല്ലോ. അപ്പോൾ ഭഗവാന്റെ സ്ഥൂല രൂപമാണ് ഈ പ്രപഞ്ചം. സൂക്ഷ്മരൂപമോ ആത്മസ്വരൂപവും പിന്നെ നമ്മൾ കൽപ്പിക്കുന്ന രൂപം രണ്ടും സൂക്ഷ്മത്തിലാണ് പെടുക. ശംഖചക്ര ഗദാത്മാദികൾക്ക് ധരിച്ച് നീലമേഘ ശ്യാമള സ്വരൂപത്തോടു കൂടി എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മമാണ്. ആത്മസ്വരൂപമല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അതും സൂക്ഷ്മത്തിലേ പെടൂ. കാരണം എന്താണ്, പുറത്തേക്ക് കാണാൻ പറ്റില്ല. പുറത്തേക്ക് കാണാൻ പറ്റാത്തതിനെയാണ് നമ്മൾ സൂക്ഷ്മം എന്ന് പറയുക. പുറത്തേക്ക് കാണുന്നതിനെയോ സ്ഥൂലം. ഇപ്പം നശ്യന്തി തൽക്കാലജം ആശു പാപം എന്ന് ഭാഗവതത്തിൽ പറഞ്ഞതുകൊണ്ട് ഇവയെ സ്മരിക്കുന്നത് കൊണ്ട് നമുക്ക് പാപം നശിക്കുന്നു. ശിശുമാരമൗഷ മഹതാമുപാസ്യ, മഹത്തുക്കളാൽ ഉപാസിക്കപ്പെടുന്നു എന്ന് പറയുന്നു. ലോകത്തിലേക്കൊന്ന് നോക്കിയാൽ തന്നെ ഈശ്വരനെ നമുക്ക് ഓർമ്മ വരും, നമ്മുടെ പാപം നശിക്കാൻ കാരണമാവും. നമ്മുടെ സന്ധ്യാസു എന്ന് പറഞ്ഞത് 3 ത്രിസന്ധ്യകളിലും പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, ഉച്ചയ്ക്കുള്ളതും ഒരു സന്ധ്യയായിട്ടാണ് പെടുത്തുക. ഇപ്പം സന്ധ്യാസു മഹതാം സന്ധ്യാസു ഉപാസ്യമാന, സന്ധ്യയ്ക്ക് ഉപാസിക്കപ്പെടുന്നു. സന്ധ്യയ്ക്ക് നാമം ചെല്ലുമ്പോൾ ഈ മേടം മിടവം അശ്വതി ഇതൊക്കെ നമ്മൾ ചെല്ലുന്നത് ഭഗവാന്റെ ആ രാശികളാണ് മേടം മിടവം മുതലുള്ള. അപ്പം അതും ഭഗവാന്റെ സ്ഥൂല ശരീരമായതുകൊണ്ട് നരകം ഇല്ലാണ്ടാക്കാനും പാപം ഇല്ലാണ്ടാക്കാനും ഇവയെ സ്മരിക്കുന്നത് കൊണ്ട് നമുക്ക് സാധിക്കുന്നു. സന്ധ്യാസു, എല്ലാ സന്ധ്യകളിലും ഏ ഭഗവൻ രുന്തി നരകം മമ സിന്ധു ഷായിൻ. പാലാഴി പള്ളി കൊള്ളുന്ന ഭഗവാനെ എൻ്റെ നരകം അല്ലെങ്കിൽ രോഗം ദുഃഖം തീർത്ത് തരയണമേ. ധ്രുവ നക്ഷത്രം മുതലായിട്ടുള്ളതായ നക്ഷത്രങ്ങൾ, ഉടുപ്രകര ഗ്രഹേശ്ച, സൂര്യൻ ചന്ദ്രൻ ബുധൻ ചൊവ്വ മുതലായ ഗ്രഹങ്ങളാൽ, ശുക്രൻ ഗ്രഹങ്ങളാണല്ലോ, ചൊവ്വ ശുക്രൻ ബുധൻ ശനി രാഹു കേതു അടക്കമുള്ള ഗ്രഹങ്ങളാൽ, സർവേ ധ്രുവാദിഭി ഉടുപ്രകര നക്ഷത്രങ്ങൾ, 27 നക്ഷത്രങ്ങൾ അതിൽ പെടും. ഉടു പറഞ്ഞ നക്ഷത്രമാണ്. ഉടുപ്രകരർ ഗ്രഹിച്ച, അത് എവിടുന്ന് മുതൽക്ക് എഴുതി വരെ, വാല് മുതൽ തല വരെയാണ് വർണ്ണിക്കുക ഭാഗവതത്തിൽ. നമ്മുടെ പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാണ്. പുച്ഛം വാല് മുതൽ തല വരെ ഇന്ന ഭാഗത്ത് ഇന്ന ഗ്രഹങ്ങളും ഇന്ന നക്ഷത്രങ്ങളും എന്ന് കൽപ്പിക്കപ്പെട്ട് ശിഞ്ചുമാര വപുഷ. അപ്പോൾ ആ ഒരു ചക്രത്തിനെയാണ് ശിഞ്ചുമാര ചക്രം എന്ന് പറയുന്നത്. ശിഞ്ചുമാര വപുഷ മഹതാം സന്ധ്യാസു ഉപാസമാന, മഹത്തുക്കളാൽ 3 സന്ധ്യകളിലും ഉപാസിക്കപ്പെടുന്നു പാപത്തെ നശിക്കാനായിട്ട്. അവിടെ പറഞ്ഞു രുന്തി നരകം മമ സിന്ധു ഷായിൻ, ഇതൊക്കെ സ്മരിച്ചാൽ നരകം ഇല്ലാണ്ടാവും എന്നാണല്ലോ. അതുകൊണ്ട് ഈശ്വര എൻ്റെ നരകത്തെ കൂടി അങ്ങ് തീർത്ത് തരയണമേ എന്ന് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇനി അടുത്തത് പാതാളമൂലഭുവിശേഷ തനും ഭവന്തം ലോലേക കുണ്ഡല വിരാജി സഹസ്രശീർഷം നീലാംബരം കൃതഹലം ഭുജകാംഗനാഭിർ ചുട്ടംബജേഹരഗതാൻ ഗുരുഗേഹനാഥാം. അവസാനത്തെ വരിയിൽ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നിർത്തിയിരിക്കണം. ബാക്കി 3 വരിയിൽ എന്ത് കാണിച്ചു? പാതാളം എന്ന് പറഞ്ഞിട്ടുള്ള 7 അധോലോകങ്ങളുണ്ട്. അത് ലോകങ്ങളെ വർണ്ണിക്കുമ്പോൾ ദ്വിതീയ സ്കന്ധത്തിൽ ഭാഗവതത്തിൽ പറയും. നമ്മൾ ഭാഗവതം പറയുമ്പോൾ പറഞ്ഞതാണത്. ഏതൊക്കെയാണ്? താഴത്തുള്ള അധോലോകങ്ങൾ എന്ന് പറഞ്ഞാൽ അതല വിതല സുതല മഹാതല രസാതല പാതാളങ്ങൾ. രസാതലവും പാതാളവും ഒന്നല്ല. മൊത്തത്തിൽ ചിലപ്പോൾ ഇതിനെയൊക്കെ പാതാളം എന്നുള്ളത് എനിക്ക് പറയാറുമുണ്ട്. മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ തെറ്റാണ്, സുതലത്തിലേക്കാണ് അയച്ചത് എന്ന് പറയും. അയച്ചത് സുതലത്തിലേക്ക് തന്നെയാണ്. പക്ഷേ ഈ പാതാളം എന്ന വാക്ക്
അധോലോകങ്ങൾക്ക് പൊതുവെയും പറയാറുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പറയുന്നത് തെറ്റല്ല. മഹാബലിയെ പാതാളത്തിൽ കഴിച്ചയച്ച സുതലത്തിലേക്കാണ്. ഈ മൊത്തത്തിൽ പാതാളം എന്നൊരു പ്രസ്താവമുണ്ട്. ഇപ്പം ഇവിടെ നോക്കൂ, പാതാള മൂലഭുവി ശേഷധനം ഭവന്തം. പാതാളത്തിനെ പറ്റി മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. അവിടെ ആദിശേഷനായി ഈ ഭൂമിയെ താങ്ങി നിർത്തുന്നു. ഏകകുണ്ടല വിരാജി സഹസ്രശീർഷം, 1000 തലകളോട് കൂടിയിട്ടും ഏകകുണ്ടലം, ഒരു കുണ്ടലേ ഉള്ളൂ എന്നാണ്. എന്താണാവോ അങ്ങനെയായത്? ഏകകുണ്ടലം എന്നാണ്. ഒറ്റക്കുണ്ടലധാരിയായിട്ട്. ഇപ്പം ചില പരിഷ്കാരക്കാർ ഒറ്റക്കാതിൽ കുണ്ടലിട്ട് നടക്കണവരുണ്ട് അല്ലേ? അത് ഒരു അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ്. എങ്ങനെയൊക്കെ തൻ്റെ കേമത്തം കാണിക്കുക. അപ്പോൾ 2 ചെവിയിലിട്ട് ആരും നോക്കാണ്ടായി. അപ്പം എന്നാൽ ഒരു ചെവിയിലിട്ടിട്ട് നോക്കട്ടെ, നല്ല പ്രസിദ്ധി ഇല്ലാച്ചാൽ ചീത്ത പ്രസിദ്ധി ഉണ്ടാക്കാമല്ലോ എന്നുള്ള പോലെ. അങ്ങനെ 4 എന്നെ നോക്കച്ച ചെയ്യട്ടെ വെച്ചിട്ട് എന്നൊക്കെ പറയും. ഏകകുണ്ടല ലോലം ഏകകുണ്ടലധാരിയായിട്ടും 1000 തലയോടുകൂടി എവിടെ വസിക്കുന്നു? ഈ പാതാളത്തിൽ ഏറ്റവും താഴെയുള്ള ലോകമാണ് അത്. ഇതിന് അതല, വിതല, സുതല, രസാതല, മഹാതല പാതാളങ്ങൾ. ഇതിലൊക്കെ വസിക്കുന്ന ആളുകൾ വ്യത്യസ്തമാണ്. ഓരോരുത്തരാണ് വസിക്കുന്നത്. ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഹാടകാഖ്യൻ, ഹാടകൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവൻ്റെ വകഭേദമായിട്ടും, സുതലത്തിൽ മഹാബലിയും, തലത്തിൽ നാഗങ്ങൾ, പാതാളത്തിൽ നാഗങ്ങൾ, എന്ന് പറഞ്ഞിട്ട് ഇന്നെ ലോകത്തിൽ ഇന്നെ ആൾ എന്ന് പറഞ്ഞ് വിസ്തരിച്ച് പറഞ്ഞിരിക്കണു. നീലാംബരം ധൃതഹലം, ബലരാമൻ ഈ അനന്തൻ്റെ അവതാരമാണ്. ബലരാമൻ്റെ വേഷം നീല വേഷവും കലപ്പ കയ്യിൽ പിടിച്ചിട്ടുമാണ്. അതുകൊണ്ട് ബലരാമൻ്റെ രൂപത്തിലും അങ്ങയെ ഉപാസിക്കുന്നു. അതല, വിതല, സുതല, മഹാതല പാതാളങ്ങളായിട്ടും പറയുന്നുണ്ട്. ജിഷ്ടം ഭജേ ഹരഗതാൻ ഗുരുഗേഹനാഥ. അതല, വിതല, സുതല, മഹാതല, രസാതല പാതാളങ്ങളെ ഇവിടെ വിസ്തരിച്ചിട്ടില്ല, ചുരുക്കിയിരിക്കുകയാണ്. പറയാൻ തുടങ്ങിയാൽ കുറേ ഉണ്ടായിരുന്നു. ഇപ്പം ഏതായാലും അധോലോകങ്ങളെ മൊത്തത്തിൽ സ്മരിച്ചു. പാതാളം അതിൽ മാത്രമേ പറഞ്ഞുള്ളൂ. മൂലദേശം എന്നാണ് അതിന് ഭാഗവത്തിൽ പ്രയോഗിച്ച വാക്ക്. മൂലദേശം ഏറ്റവും താഴെ, അതിൻ്റെ മീതേണ പാതാളം, ബാക്കി 5 ലോകങ്ങളും വരിക. അപ്പോൾ 6 അധോലോകങ്ങളായി എന്നർത്ഥം. സർവേ ധ്രുവാദിപിരുടുപ്രകരകേച്ച പുച്ഛാദികേഷവയവേഷു അഭികൽപ്യമാന. അവയവേഷു അഭികൽപ്പമാണ്. അവയവേഷു അഭികൽപ്യമാന, അവയവേഷു അഭികൽപ്യമാനേ ത്വം ശിഞ്ചുമാരവപുഷ. വാല് ചുരുട്ടിക്കിടക്കണ മുതലയുടെ ആകൃതിയിലുള്ള ജ്യോതിർഗോള വ്യൂഹത്തിനാണ് ശിഞ്ചുമാര ചക്രം എന്ന് പറയുന്നത്. അതിന് പേരങ്ങനെ കൊടുത്തിരിക്കണം, ശിഞ്ചുമാരവപുഷ മഹതാം സന്ധ്യാസു ഉപാസ്യ. സന്ധ്യാസമയങ്ങളിൽ മഹതുക്കളാൽ ഉപാസിക്കപ്പെടുന്നു. മഹതാം ഉപാസ്യ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധുഷായിൻ പാതാളമൂലവിശേഷധനം ഭവന്തം ലോലേകകുണ്ടല വിരാജി സഹസ്രശീർഷം നീലാംബരം ധൃതകലം ഭുജഗാംഗനാഭിർ രുട്ടംബജേ അരഗതാൻ ഗുരുഗേഹനാഥ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.